പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പ്രൈസ് ദ ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നിയുടെ പ്രേക്ഷകർക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, നിൻ്റെ കർത്താവിന് സാക്ഷി നൽകുന്നതിൽ നീ ലജ്ജിക്കരുത് എന്നതിനെക്കുറിച്ചത്രേ. ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ലക്ഷോപലക്ഷം ആളുകൾ ഈ നിമിഷങ്ങളിൽ ഒന്നിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ലോകത്തെമ്പാടുമുള്ള കൂട്ടായ്മയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവ് നൽകും. കഴിഞ്ഞ നാളുകളിൽ കർത്താവ് നൽകിയൊരു വലിയ അത്ഭുതത്തെ ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. എറണാകുളം ജില്ലയിൽ നിന്നാണ് ഈ സാക്ഷ്യം എഴുതി ലഭിച്ചിരിക്കുന്നത്. എൻ്റെ പേര് സരിത മാർട്ടിൻ. എൻ്റെ വീട് എറണാകുളം ജില്ലയിലാണ്. എൻ്റെ മകന് വേണ്ടിയാണ് ഈ സാക്ഷ്യം എഴുതി അറിയിക്കുന്നത്. എൻ്റെ മകൻ്റെ പേര് ഇമ്മാനുവൽ ജോസഫ്. 1.5 വയസ്സ് പ്രായമുണ്ട്. 1 വയസ്സ് കഴിഞ്ഞപ്പോൾ മുതൽ അവൻ്റെ കാലിന് ചെറിയ വളവുണ്ടായിരുന്നു. നടക്കുമ്പോൾ ചെരിഞ്ഞാണ് നടന്നുകൊണ്ടിരുന്നത്. ഞങ്ങൾ ആദ്യം വിചാരിച്ചു ചെരിപ്പിൻ്റെ കുഴപ്പമാണെന്ന്. പക്ഷേ മകൻ്റെ കാലിൻ്റെ ചെരിവ് കൂടി വന്നു. ഞങ്ങൾ അവനെ തറവാട്ടിൽ കൊണ്ടുപോയി നിർത്തി. 1.5 വയസ്സായിട്ടും അവൻ്റെ കാലിൻ്റെ ചെരിവ് മാറിയില്ല. അവനിങ്ങനെ ചെരിഞ്ഞ് നടക്കുമ്പോൾ ഞങ്ങൾക്ക് വലിയ വിഷമമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തറവാട്ടിൽ ടെലിവിഷനിലൂടെ അഭിഷേകാഗ്നി പ്രോഗ്രാം ലഭിച്ചത്. അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നത് ഞങ്ങൾ അറിഞ്ഞു. ഞങ്ങളുടെ മകനെ ടെലിവിഷനിൽ ആരാധന നടക്കുമ്പോൾ ആരാധന മുമ്പിൽ കിടത്തിയിട്ട് അപ്പനും അമ്മയും അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് കുഞ്ഞിൻ്റെ കാലിന് സൗഖ്യം കൊടുക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അഭിഷേകാഗ്നി പ്രോഗ്രാം തീർന്നപ്പോൾ അപ്പനും അമ്മയും എഴുന്നേറ്റ കൂട്ടത്തിൽ മകനും ചാടി എഴുന്നേറ്റു. അവൻ്റെ കാലുകളുടെ വളവ് പൂർണ്ണമായി വിട്ടുമാറി അവൻ കാലുകൾ നിലത്തുറപ്പിച്ച് സ്റ്റഡിയായി നടക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. വലിയൊരു അത്ഭുതം. ഏതാണ്ട് 1 വയസ്സ് കഴിഞ്ഞപ്പോൾ മുതൽ ഈ കുഞ്ഞിൻ്റെ കാലിന് വളവുണ്ടായിരുന്നെന്ന് മാത്രമല്ല, അവൻ ചെരിഞ്ഞാണ് നടന്നുകൊണ്ടിരുന്നത്. 1.5 വയസ്സായിട്ട് അത് മാറിയില്ല. ആ വേദനയോട് ഇരിക്കുമ്പോഴാണ് അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ ഈ കുഞ്ഞിൻ്റെ കാലിൻ്റെ വളവ് നിവർത്തി തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചത്. ഇത് എറണാകുളത്ത് നിന്നുള്ള ഇമ്മാനുവൽ ജോസഫിൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത വലിയൊരു അത്ഭുതം അത്രേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതമുണ്ട്. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സൗഖ്യമുണ്ട്. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അഭിഷേകമുണ്ട്. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിടുതലുണ്ട്. എല്ലാവരും കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കട്ടെ. ഭവനങ്ങൾ, സ്ഥാപനങ്ങൾ, കുടുംബങ്ങൾ, എല്ലാ മേഖലകളും അഭിഷേകത്താൽ ജ്വലിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോ കുടുംബങ്ങളുടെ മേലും അത്ഭുത ശക്തി പ്രവഹിക്കട്ടെ. ലോകത്തെമ്പാടും ഈ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഈ ടീമിനോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഈ അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൻ്റെ അത്ഭുത ശക്തി
പ്രവഹിക്കട്ടെ കർത്താവെ. അടയാളങ്ങളും അത്ഭുതങ്ങളും വഴി വചനം സ്ഥിരീകരിക്കപ്പെടട്ടെ. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു എന്ന കാര്യം ഈ കാലഘട്ടത്തിൽ ഞങ്ങളുടെ ഈ തലമുറയിൽ ഇപ്പോൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാറാ രോഗങ്ങൾ വിട്ടുപോകട്ടെ, തീരാ വ്യാധികൾ വിട്ടുപോകട്ടെ, കുടുംബ പ്രശ്നങ്ങൾ നീങ്ങിപ്പോകട്ടെ. ഓ കർത്താവെ, പാപത്തിൻ്റെ അന്ധകാരങ്ങൾ നീങ്ങിപ്പോകട്ടെ. തഴക്കദോഷങ്ങൾ, മദ്യപാനം, പുകവലി, ചീട്ടുകളി, സംശയ രോഗങ്ങൾ വിട്ടുമാറി പോകട്ടെ കർത്താവെ. ഈ കുടുംബങ്ങൾ ഇപ്പോൾ അങ്ങയുടെ നാമത്താൽ വിടുതൽ പ്രാപിക്കട്ടെ. പൈശാചിക പീഡകൾ ഒഴിഞ്ഞു പോകട്ടെ. ഈ കുടുംബങ്ങളിൽ ദൈവമക്കൾക്കുള്ള ദുർബുദ്ധി വിട്ടുപോകട്ടെ. തെറ്റായ തീരുമാനങ്ങൾ, തെറ്റായ ജീവിത രീതികൾ, തെറ്റായ തരത്തിലുള്ള മനോഭാവങ്ങൾ യേശുനാമത്തിൽ വിട്ടുപോകട്ടെ. അഹങ്കാരം, ധാർഷ്ട്യം, ധിക്കാരം, പിടിവാശി, മർക്കടമുഷി സ്വഭാവം യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, വചനം കേൾക്കാൻ തടസ്സങ്ങൾ, ഒന്നിച്ചു കൂടാനുള്ള തടസ്സങ്ങൾ, കൂട്ടായ്മ ഇരുന്ന് വചനം കേൾക്കാൻ തടസ്സങ്ങൾ വിട്ടുമാറി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിൽ ഏതെങ്കിലും മകനോ മകൾക്കോ കൂട്ടായ്മയോട് ചേർന്നിരുന്ന് ഈ വചന ശുശ്രൂഷയിൽ പങ്കുചേരാൻ തടസ്സമുണ്ടെങ്കിൽ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ തടസ്സങ്ങൾ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ ലജ്ജിക്കരുത് എന്നാണ് തിരുലിഖിതങ്ങൾ ദൈവമക്കളെ പഠിപ്പിക്കുന്നത്. എന്നാൽ അനേകരുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സംഭവിച്ച നന്മകളെക്കുറിച്ച് ദൈവമക്കൾ വെളിപ്പെടുത്തുന്നത് കാണുമ്പോൾ ദൈവമക്കളുടെ ഈ ജീവിത രീതിയെ, ഈ സ്വഭാവ രീതിയെ പുച്ഛത്തോടെ കാണുകയാണ് പലരും. ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നവർ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ലഭിച്ച അത്ഭുതങ്ങളെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നവരെ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ലഭിച്ച വൻ കാര്യങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തുന്നവരെ സാക്ഷ്യ തൊഴിലാളികളെന്ന് മുദ്ര കുത്തുകയും അവരെ പുച്ഛത്തോടെ കാണുകയും അവരെക്കുറിച്ച് മതിപ്പില്ലാതെ സംസാരിക്കുകയും ചെയ്യുന്ന ചിലരെയെങ്കിലും അച്ഛൻ്റെ ഈ ജീവിതത്തിൽ കണ്ടുമുട്ടിയിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവചനത്തെക്കുറിച്ച് തിരിച്ചറിവില്ലാത്തതുകൊണ്ടാണ് എന്നല്ലാതെ ഇതിനെക്കുറിച്ച് മറ്റെന്ത് പറയാൻ. ലേവ്യരുടെ പുസ്തകം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഒരു ദൈവ പൈതൽ എന്താണ് ദൈവത്തിൻ്റെ നന്മ ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ലേവ്യരുടെ പുസ്തകം 5-ാം അധ്യായം 1-ാം വാക്യം, സാക്ഷ്യം നൽകാൻ ശപഥപൂർവ്വം ആവശ്യപ്പെട്ടിട്ടും താൻ കാണുകയോ മനസ്സിലാക്കുകയോ ചെയ്ത കാര്യം ഏറ്റുപറയായക മൂലം പാപം ചെയ്യുന്നവൻ അതിൻ്റെ കുറ്റം ഏൽക്കണം. ഒരു ദൈവ പൈതലിന് ദൈവത്തിൻ്റെ നാമത്തിൽ ദൈവിക കാര്യങ്ങളെക്കുറിച്ച് ബോധ്യം ലഭിക്കുമ്പോൾ, വ്യക്തമായ ഒരു കാര്യം മനസ്സിലാകുമ്പോൾ, വ്യക്തമായ ഒരു കാര്യം ബോധ്യമാകുമ്പോൾ, താൻ കണ്ടതും താൻ കേട്ടതും താൻ അനുഭവിച്ചറിഞ്ഞതുമായ സത്യത്തെ ഏറ്റു പറയാനുള്ള കടമയുണ്ട്, സാക്ഷ്യപ്പെടുത്താനുള്ള കടമയുണ്ട്. ഹല്ലേലൂയ. ലേവ്യർ 5:1, സാക്ഷ്യം നൽകാൻ ശപഥപൂർവ്വം ആവശ്യപ്പെട്ടിട്ടും താൻ കാണുകയോ മനസ്സിലാക്കുകയോ ചെയ്ത കാര്യം ഏറ്റു പറയായക മൂലം പാപം ചെയ്യുന്നവൻ അതിൻ്റെ കുറ്റം ഏൽക്കണം. അങ്ങനെ ഏറ്റു പറയാതെ ഇരിക്കുന്നവർ പാപത്തിൽ ഇരിക്കുന്നു എന്നല്ലേ ലേവ്യർ 5:1 വെളിപ്പെടുത്തുന്നത്? പ്രൈസ് ദി ലോർഡ്. പിന്നെ എന്തിന് ഇങ്ങനെ ഏറ്റു പറയുന്നവരെ കുറ്റപ്പെടുത്തണം? പിന്നെ എന്തിന് ഇങ്ങനെ ഏറ്റു പറയുന്നവരെ വില കുറഞ്ഞ് കാണണം? ഏറ്റു പറയുന്ന രീതിയെ എന്തിന് നാം സംശയിക്കണം? പ്രൈസ് ദി ലോർഡ്. ഇത് യേശുക്രിസ്തുവിൻ്റെ കാലത്തും യേശുക്രിസ്തു പഠിപ്പിച്ചിട്ടില്ലേ? മത്തായിയുടെ സുവിശേഷത്തിൽ 25-ാം അധ്യായം താലന്തുകളുടെ ഉപമ ഒന്ന് ശ്രദ്ധിക്കുക. അവിടെ 10 താലന്ത്, 5 താലന്ത്, 2 താലന്ത്, ഇങ്ങനെ താലന്തുകൾ യജമാനൻ കൊടുക്കുകയാണ്. കൂടുതൽ താലന്ത് കിട്ടിയവർ 5 താലന്ത് കിട്ടിയവർ അത് 10 ആക്കി, 2 താലന്ത് കിട്ടിയവർ അത് 5 ആക്കി. എന്നാൽ ഇതാ 1 താലന്ത് കിട്ടിയ ഒരു ദൈവ പൈതലിനെ കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ അവിടെയുണ്ട്. ആ 1 താലന്ത് കിട്ടിയവൻ എന്ത് ചെയ്തു? അവൻ തനിക്ക് കിട്ടിയ 1 താലന്ത് മണ്ണിൽ കുഴിച്ചിട്ടു, ആരെയും അറിയിച്ചില്ല. മറ്റുള്ളവർ 2 താലന്ത് കിട്ടിയവൻ അത് വെളിപ്പെടുത്തി, എനിക്ക് 2 താലന്ത് കിട്ടിയിട്ടുണ്ട്, എനിക്ക് 2 താലന്ത് കിട്ടിയിട്ടുണ്ട്. അവൻ എല്ലാവരും കാണിച്ച് വെളിപ്പെടുത്തി വിപണനം നടത്തി, അത് കച്ചവടമൊക്കെ ചെയ്ത് അവൻ 4 ആക്കി മാറ്റി. 5 താലന്ത് കിട്ടിയവൻ അത് 10 ആക്കി മാറ്റി, എല്ലാവരെയും കാണിച്ച് ഇൻവോൾവ് ചെയ്ത് അതിനെ വർദ്ധിപ്പിച്ച് അവനത് 5, 10 ആക്കി മാറ്റി. എന്നാൽ 1 താലന്ത് കിട്ടിയവൻ പ്രൈവറ്റ് ലിമിറ്റഡ് എൻ്റർപ്രൈസ് പോലെ അവനത് സ്വകാര്യമായി സൂക്ഷിച്ചു വെച്ചു, പൂഴ്ത്തി വെച്ചു. അവനത് വെളിപ്പെടുത്തിയില്ല. അവനെക്കുറിച്ച് എന്താ ദൈവം പറഞ്ഞത്? അവനെ സഭാഷ് പറയുന്നുണ്ടോ? ബലേബേഷ് എന്ന് പറയുന്നുണ്ടോ? അവൻ്റെ ഈ പ്രവൃത്തിയെ ദൈവം അംഗീകരിക്കുന്നുണ്ടോ? എന്താ ബൈബിളിൽ കാണുന്നത്? യേശുക്രിസ്തു പറഞ്ഞു, അവനിൽ നിന്ന് ആ 1 താലന്ത് എടുത്ത് ഉള്ളവന് വീണ്ടും കൊടുത്തു. എന്നിട്ട് അവൻ എന്താ ചെയ്തത്? അവനെ പ്രയോജനരഹിതനായ ഭൃത്യനെ പുറത്ത് അന്ധകാരത്തിലേക്ക് തള്ളിക്കളയുക എന്ന് തൻ്റെ ഭൃത്യന്മാർക്ക് അവൻ ഓർഡർ ഇട്ടു. അവിടെ വിലാപവും പല്ലുകടിയുള്ള സ്ഥലത്തേക്ക് അവനെ തള്ളിയിട്ട്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ ദൈവം നൽകിയ നന്മയെ സ്വീകരിക്കുകയും ദൈവം നൽകിയ നന്മയെക്കുറിച്ച് മതിപ്പോടെ സംസാരിക്കുകയും അതിനെക്കുറിച്ച് ആനന്ദിക്കുകയും ചെയ്യുന്നവരെയാണ് ദൈവം അംഗീകരിക്കുന്നത്.
ദൈവം ഒരു നന്മ നൽകുമ്പോൾ, ദൈവം ഒരു അത്ഭുത ഇടപെടൽ നൽകുമ്പോൾ, ദൈവം ഒരു ദൈവികമായ ഒരു ഇടപെടൽ നൽകുമ്പോൾ അതിനെക്കുറിച്ച് മതിപ്പില്ലാതിരിക്കുകയും അതിനെ ഇകഴ്ത്തി സംസാരിക്കുകയും ചെയ്യുന്നവരെക്കുറിച്ച് ദൈവത്തിന് മതിപ്പില്ല. ഹല്ലേലൂയ. ദൈവത്തിന് മതിപ്പില്ല. ദൈവത്തിൻ്റെ ഒരു ഇടപെടലിനെ, ദൈവത്തിൻ്റെ ഒരു അത്ഭുത ഇടപെടലിനെ, ദൈവം നൽകുന്നൊരു നന്മയെ, ദൈവം നൽകുന്നൊരു അഭിഷേകത്തെ, ദൈവം നൽകുന്ന അഭിവൃദ്ധിയെ മതിപ്പോടെ സ്വീകരിക്കണം. അങ്ങനെയുള്ളവർക്ക് ദൈവം വീണ്ടും വീണ്ടും നൽകിക്കൊണ്ടിരിക്കും. ഉള്ളവന് നൽകപ്പെടും, ഇല്ലാത്തവന് ഉള്ളതും കൂടെ എടുക്കപ്പെടും. ഹല്ലേലൂയ. അഭിവൃദ്ധിയിലേക്കുള്ള, അത് ഭൗതിക അഭിവൃദ്ധിയായാലും ആത്മീയ അഭിവൃദ്ധിയായാലും അഭിവൃദ്ധിയിലേക്കുള്ള ഒരു രാജകീയ പാതയാണ്. ദൈവം നൽകിയ നന്മയെക്കുറിച്ച് സന്തോഷിക്കുക, ദൈവം നൽകിയ നന്മയെക്കുറിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുത്തുക, അതിൽ ആനന്ദിക്കുക, അതിൽ അഭിമാനം കൊള്ളുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ ഒരു രംഗം കാണുന്നുണ്ട്. യേശുക്രിസ്തു പിശാച് ബാധിതനായ ഒരു വ്യക്തിയെ സുഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിന് ജീവിതത്തിൽ ലഭിക്കാവുന്ന വലിയൊരു നന്മ ദൈവത്തിൽ നിന്ന് ലഭിച്ചു. ദൈവം അദ്ദേഹത്തെ അത്ഭുതകരമായി സുഖപ്പെടുത്തി. അദ്ദേഹത്തിന് ഒരുപാട് ഭൂതങ്ങൾ ഒഴിഞ്ഞുപോയി. അദ്ദേഹത്തിന് വലിയ മതിപ്പ് ദൈവത്തോടുണ്ടായി. ഉടനെ അദ്ദേഹം യേശുവിനോട് പറഞ്ഞു, യേശുവേ, ഞാനും അങ്ങയുടെ കൂടെ വരുന്നു. അപ്പോൾ യേശു പറഞ്ഞു, മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 18, 19, 20 തിരുലിഖിതങ്ങൾ. യേശു പറഞ്ഞു, നീ നിന്റെ വീട്ടിൽ സ്വന്തക്കാരുടെ അടുത്തേക്ക് പോകുക, അവിടെ കർത്താവ് നിനക്ക് വേണ്ടി എന്തെല്ലാം പ്രവർത്തിച്ചുവെന്നും എങ്ങനെ നിന്നോട് കരുണ കാണിച്ചുവെന്നും അവരെ നീ അറിയിക്കുക. പ്രൈസ് ദി ലോർഡ്. നീ നിൻ്റെ വീട്ടിൽ നിൻ്റെ സ്വന്തക്കാരുടെയും നിൻ്റെ ബന്ധുക്കളുടെയും നിൻ്റെ നാട്ടുകാരുടെയും അടുത്ത് ചെന്ന് ഈ കാര്യങ്ങളെല്ലാം നിൻ്റെ ദൈവം നിന്നോട് എങ്ങനെ പ്രവർത്തിച്ചുവെന്നും നിന്നോട് എങ്ങനെ കരുണ കാണിച്ചുവെന്നും എല്ലാവരോടും പറയുക എന്ന് പറഞ്ഞ് അവനെ സ്വന്തം നാട്ടിലേക്ക് പറഞ്ഞയക്കുന്ന യേശുവിനെയാണ് ബൈബിളിൽ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. മറച്ചു വെക്കുക, പൂഴ്ത്തി വെക്കുക എന്നല്ല യേശുവിടെ പറയണത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പല മലയാളികൾക്കൊരു ധാരണയുണ്ട്, ദൈവം നമുക്ക് ചെയ്തൊരു നന്മ അത് നമ്മൾ അതെന്തിനാ നാട്ടുകാരുടെ മുമ്പിൽ കൊട്ടിഘോഷിക്കണമെന്ന്. പ്രിയപ്പെട്ട മക്കളെ, അതുകൊണ്ട് അനേകർ തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന നന്മ അവരവരുടെ ഹൃദയത്തിൽ ഒളിച്ചു വെക്കുകയാണ്. അവരവരുടെ ഹൃദയത്തിൽ നന്മ ഒളിച്ചു വെക്കുകയാണ്. അതാണോ ദൈവവചനം ദൈവമക്കളോട് ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യം? ദൈവം ഒരു നന്മ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുമ്പോൾ, ദൈവം നിങ്ങൾക്കൊരു വലിയ രോഗസൗഖ്യം തരുമ്പോൾ, ദൈവം നിങ്ങൾക്കൊരു സാമ്പത്തിക മേൽ വിടുതൽ തരുമ്പോൾ, ദൈവം നിങ്ങൾക്കൊരു അത്ഭുതം ചെയ്ത് ഒരു അത്ഭുതം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു അടയാളം ചെയ്യുമ്പോൾ, ദൈവം സ്വർഗത്തിൽ നിന്ന് അത്ഭുതകരമായി ഇടപെടുമ്പോൾ, ദൈവം ഒരു വലിയ ഉയർച്ച തരുമ്പോൾ, അത് നിങ്ങളുടെ ഹൃദയത്തിൽ ഒളിച്ചു വെക്കാനാണോ കർത്താവ് ആവശ്യപ്പെട്ടിരിക്കുന്നത്? സങ്കീർത്തന പുസ്തകത്തിൽ 40-ാമത്തെ അധ്യായം, അഭിഷേകം നിറഞ്ഞ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറഞ്ഞ ദാവീദിൻ്റെ ജീവിതത്തിൽ ദൈവം ധാരാളം നന്മകൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ആ നന്മകൾ സ്വീകരിച്ച ദാവീദ് എന്താണ് ചെയ്തതെന്ന് സങ്കീർത്തനം 40-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ദാവീദ് ദൈവത്തിൻ്റെ നന്മകളെല്ലാം സ്വീകരിച്ചു കഴിയുമ്പോൾ ദാവീദിൻ്റെ ഉള്ളിൽ ദൈവത്തോടുള്ള ആവേശം വർദ്ധിക്കുകയാണ്. ദൈവം ചെയ്ത അത്ഭുതങ്ങൾ, ദൈവം ചെയ്ത അഭിഷേകങ്ങൾ, ദൈവം ചെയ്ത നന്മകൾ, ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ സ്നേഹം ഇതെല്ലാം അനുഭവിച്ചു കഴിയുമ്പോൾ ദാവീദിൻ്റെ ഉള്ളിൽ സ്നേഹവും ആവേശവും വർദ്ധിക്കുകയാണ്. ദാവീദ് എന്ത് ചെയ്തു? ദാവീദ് മഹാസഭയിലേക്ക് പോയി. എന്നിട്ട് ഉറക്കെ ദൈവത്തിൻ്റെ നന്മകളെ ഏറ്റുപറഞ്ഞു, ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ ഏറ്റുപറഞ്ഞു, ദൈവത്തിൻ്റെ സ്നേഹത്തെ ഏറ്റുപറഞ്ഞു, ദൈവത്തിൻ്റെ കരുണയെ ഏറ്റുപറഞ്ഞു, ദൈവത്തിൻ്റെ പരിപാലനയെ ഏറ്റുപറഞ്ഞ്. ഹല്ലേലൂയ. അവൻ തൻ്റെ ഹൃദയത്തിൽ അത് ഒളിച്ചു വെച്ചില്ല. അതാണ് 40-ാം സങ്കീർത്തനത്തിൽ 8 മുതൽ തിരുവചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. 8, 9, 10 വാക്യങ്ങൾ. അതിൽ 9-ാമത്തെ വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഞാൻ മഹാസഭയിൽ വിമോചനത്തിൻ്റെ സന്തോഷ വാർത്ത അറിയിച്ചു. കർത്താവെ, അങ്ങേക്ക് അറിയാവുന്നത് പോലെ ഞാൻ എൻ്റെ അധരങ്ങളെ അടക്കി നിർത്തിയില്ല. ഞാൻ എൻ്റെ അധരങ്ങളെ അടക്കി നിർത്തിയില്ല. അവിടുത്തെ രക്ഷാകര സഹായത്തെ എൻ്റെ ഹൃദയത്തിൽ ഞാൻ ഒളിച്ചു വെച്ചില്ല. മലയാളികളുടെ ഒരു സ്വഭാവമാണ് കിട്ടുന്ന നന്മയല്ല രഹസ്യമായി ഹൃദയത്തിൽ ഒളിച്ചു വെക്കുക. എന്നാൽ ദൈവദാസൻ ദാവീദ് പറയുന്നു, അങ്ങയുടെ രക്ഷാകര സഹായത്തെ എൻ്റെ ഹൃദയത്തിൽ ഞാൻ ഒളിച്ചു വെച്ചില്ല. പിന്നെന്ത് ചെയ്തു? ഞാൻ മഹാസഭയിൽ അത് വിളിച്ചു പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹം പ്രാപിക്കാനുള്ള ഒരു രാജകീയ പാതയാണിത്. ദൈവത്തിൻ്റെ നന്മയെ ഹൃദയത്തിൽ ഒളിച്ചു വെക്കാതെ ദൈവത്തിൻ്റെ സഭയിൽ വിളിച്ചു പറയുക. അപ്പോൾ അധരങ്ങളെ അടക്കി നിർത്തരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അധരങ്ങളെ ദൈവത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ നിൻ്റെ നാവിനെ, നിൻ്റെ അധരങ്ങളെ നീ അടക്കി നിർത്തരുത്. നീ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ പറ്റി വർണ്ണിക്കണം എന്നല്ലേ സങ്കീർത്തനത്തിൽ കൽപ്പിച്ചിട്ടുള്ളത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലൂക്കായുടെ സുവിശേഷത്തിൽ 17-ാം അധ്യായത്തിൽ യേശു ക്രിസ്തു 10 കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുന്ന രംഗം 11 മുതൽ 19 വരെ വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ 10 കുഷ്ഠരോഗികൾ സുഖം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ
അവരെ പുരോഹിതൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. പോകുന്ന വഴി അവരെല്ലാം സൗഖ്യം പ്രാപിച്ചു. ഒരു വ്യക്തി മാത്രം യേശുക്രിസ്തുവിൻ്റെ അരികിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഈ സൗഖ്യം പ്രാപിച്ച ബാക്കി 9 പേരും സാക്ഷ്യപ്പെടുത്താത്തതിനെ ഓർത്ത്, അല്ലെങ്കിൽ തിരിച്ചു വന്ന് ദൈവത്തിന് മഹത്വം നൽകാത്തതിനെ ഓർത്ത് യേശുക്രിസ്തുവിൻ്റെ മനസ്സിൽ നൊമ്പരത്തോടെ സംസാരിക്കുന്ന രംഗമാണ് ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ 17-ാം വാക്യം. യേശു ചോദിച്ചു, 10 പേരല്ലേ സുഖപ്പെട്ടത്? ബാക്കി 9 പേർ എവിടെ? ഈ വിജാതീനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് തോന്നിയില്ലേ? ഈ വിജാതീനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് തോന്നിയില്ലേ എന്ന് പറഞ്ഞാൽ, ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ അത് രോഗസൗഖ്യമാണെങ്കിലും, അത് സാമ്പത്തിക വിടുതലാണെങ്കിലും, അത് പിശാച് ബാധയിൽ നിന്ന് ഉള്ള മോചനമാണെങ്കിലും, അത് ഏത് തരത്തിലുള്ള അടയാളങ്ങളാണെങ്കിലും, ദൈവത്തിൻ്റെ ഇടപെടൽ ലഭിച്ചോ, ദൈവത്തിന് നന്മ ലഭിച്ചിട്ടുണ്ടോ, അതിൽ സന്തോഷിക്കണം, അതിനെക്കുറിച്ച് ആവേശം കൊള്ളണം, അതിനെക്കുറിച്ച് മതിപ്പ് വേണം. അതിനുശേഷം ദൈവത്തിൻ്റെ ഈ അത്ഭുത പ്രവർത്തനങ്ങളെ വർണ്ണിക്കണം, മഹാസഭയിൽ വിളിച്ചു പറയണം, അതരങ്ങളെ അടക്കി നിർത്തരുത്, ഹൃദയത്തിൽ ഒളിച്ചു വെക്കരുത്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെക്കുറിച്ചാണ് ദൈവത്തിന് മതിപ്പുള്ളത് എന്നാണ് തിരുലിഖിതങ്ങൾ പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു ദൈവ പൈതൽ കർത്താവിന് നന്മയെ ഏറ്റുപറയുകയും കർത്താവ് നൽകിയ രോഗസൗഖ്യത്തെക്കുറിച്ച് ഇടവകയിൽ സംസാരിക്കുമ്പോൾ, പ്രാർത്ഥനാ ഗ്രൂപ്പിൽ സംസാരിക്കുമ്പോൾ, ധ്യാന കേന്ദ്രത്തിൽ സാക്ഷ്യം നൽകുമ്പോൾ അത് ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു സംഗതിയാണ്. അതിനെ ഒരു പരസ്യ വേലയായി ചിത്രീകരിക്കരുത്. അത് തെറ്റാണ്. ദൈവത്തിൻ്റെ മക്കൾ ദൈവം ചെയ്ത നന്മയെ വെളിപ്പെടുത്തുമ്പോൾ അതിനെ ഒരു സാക്ഷ്യ തൊഴിലായോ, അതിനെ വിലകെട്ട വിധത്തിൽ ചിത്രീകരിക്കുകയോ, അതിനെ ദുഷിച്ച് സംസാരിക്കുകയോ, അതിനെ ഒരു പരസ്യ വേലയായി കാണുകയോ ചെയ്യരുത്. അനേകർ അവർക്ക് ലഭിച്ച അത്ഭുതങ്ങൾ ടെലിവിഷനിലൂടെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ, അനേകർ അവർക്ക് ലഭിച്ച അത്ഭുതങ്ങൾ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പറയുമ്പോൾ, അനേകർ അവർക്ക് ലഭിച്ച ദൈവിക ഇടപെടലുകൾ ധ്യാന കേന്ദ്രങ്ങളിൽ കൂട്ടായ്മയിൽ വെളിപ്പെടുത്തുമ്പോൾ, അനേകർ അവർക്ക് ലഭിച്ച അത്ഭുതങ്ങൾ ഇടവകയിൽ വെളിപ്പെടുത്തുമ്പോൾ അതിനെ മതിപ്പോടെ കാണണം, അതിനെ ശ്രദ്ധിച്ച് വീക്ഷിക്കണം. കാരണം ദൈവത്തിൻ്റെ വചനപ്രകാരമാണ് ആ ദൈവമക്കൾ അവർ ദൈവത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു നിസ്സാര സംഗതിയല്ല, അതൊരു നിസ്സാര കാര്യമല്ല. അവർ തങ്ങളുടെ ദൈവത്തെയാണ് ഏറ്റുപറയുന്നത്, അവർ തങ്ങളുടെ ദൈവത്തെയാണ് ബഹുമാനിക്കുന്നത്. പ്രിയപ്പെട്ട മകനെ, മകളെ, നീ ഇന്ന് സാക്ഷ്യം പറയുന്ന ഒരാളെ കാണുമ്പോൾ നീ ഇന്ന് പുച്ഛത്തോടെ കാണുന്ന വ്യക്തിയാണോ? ടെലിവിഷനിലുള്ള സാക്ഷ്യം കേൾക്കുമ്പോൾ നീ അതിനൊരു പരസ്യമായി കാണുന്ന വ്യക്തിയാണോ? നീ അതിനെ തുച്ഛീകരിച്ച് കാണുന്ന വ്യക്തിയാണോ? നീ അതിനെ ദുഷിച്ച് കാണുന്ന വ്യക്തിയാണോ? നീ അതിനെ മോശമായി ചിത്രീകരിക്കുന്ന വ്യക്തിയാണോ? ദൈവവചന വിപരീതമായ ഒരു നടപ്പും ഒരു കാഴ്ചപ്പാടുമാണ് അതെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ അറിയിക്കുകയാണ്. പ്രിയപ്പെട്ട മകനെ, പ്രിയപ്പെട്ട മകളെ, ദൈവം വിശുദ്ധ ലിഖിതങ്ങളിലൂടെ നൽകിയിട്ടുള്ള പ്രേരണകളെ സ്വീകരിച്ച് ദൈവാത്മാവിനോട് ചേർന്ന് സന്തോഷിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ദൈവം ചെയ്ത നന്മയോർത്ത് സാക്ഷ്യപ്പെടുത്തുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദൈവം അദ്ദേഹത്തിൻ്റെ കൂടെ എന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ദാവീദ് ഇതുപോലെ എപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തി, മഹാസഭയിൽ ദൈവത്തിൻ്റെ നന്മ വിളിച്ചു പറഞ്ഞു. ദാവീദിൻ്റെ ജീവിതത്തിൽ ദൈവം എന്താണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്? നാം സാമുവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ്? അവൻ പോയിടത്തെല്ലാം കർത്താവ് അവന് വിജയം നൽകിക്കൊണ്ടേയിരുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ നന്മയെ എപ്പോഴും ഏറ്റുപറഞ്ഞ് അതിൽ അഭിമാനം കൊണ്ട് അതിൽ സന്തോഷിച്ച ദാവീദിനെ കുറിച്ച് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. അവൻ പോയിടത്തെല്ലാം കർത്താവ് അവന് വിജയം നൽകിക്കൊണ്ടേയിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് ദൈവാനുഗ്രഹത്തിൻ്റെ പുത്തൻ വാതിലുകൾ തുറക്കപ്പെടുന്നൊരു ശുശ്രൂഷയാണ്. ഈ നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. ആരെങ്കിലും യേശുക്രിസ്തുവിനെ ഏറ്റുപറയുന്നത് കേട്ടപ്പോൾ, യേശുക്രിസ്തുവിൻ്റെ നാമത്തെ ഏറ്റുപറയുന്നത് കേട്ടപ്പോൾ, യേശുക്രിസ്തു നൽകിയ അത്ഭുതത്തെ സാക്ഷ്യപ്പെടുന്നത് കേട്ടപ്പോൾ ആരെങ്കിലും തുച്ഛീകരിച്ച് കണ്ടോ? ആരെങ്കിലും എതിർത്ത് സംസാരിച്ചോ? ഇതൊരു പരസ്യമായി ചിത്രീകരിച്ചോ? ഇതിനെ ദുഷിച്ച്, ഇതിനെ വില താഴ്ത്തി സംസാരിച്ചോ? സാക്ഷ്യ തൊഴിലായി അതിനെ പുച്ഛിച്ച് പറഞ്ഞോ? മകനെ, മകളെ, നീ ഹൃദയത്തിൽ അനുദപിക്കുക. ഈ നിമിഷം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വ്യാപരിക്കട്ടെ. ഇങ്ങനെയുള്ള കാര്യങ്ങളെ ദുഷിച്ച് സംസാരിക്കുമ്പോൾ ആത്മീയ അഭിഷേകത്തിൻ്റെ മേൽ ആത്മീയ അഭിഷേകം, അഭിവൃദ്ധിക്ക് മേൽ അഭിവൃദ്ധി ഉണ്ടാകാൻ നീ തടസ്സം നിനക്ക് വേണ്ടി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അതിനെക്കുറിച്ച് ഈ നിമിഷം അനുദപിക്കുന്നെങ്കിൽ, ഏറ്റുപറയുന്നെങ്കിൽ നിൻ്റെ ജീവിതത്തിലും യേശുവിൻ്റെ അത്ഭുത ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ കണ്ണുകൾ അടയ്ക്കട്ടെ, 2 കരങ്ങളും തുറന്നു പിടിക്കട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ ഏതെങ്കിലും ദൈവവേദനെ ദുഷിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ദൈവവേദനെ ദുഃഖിപ്പിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ദൈവവേദനെ പരിഹസിച്ചിട്ടുണ്ടോ? ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ മാപ്പ്
മാപ്പ് ചോദിക്കുക. ആരെങ്കിലും യേശുക്രിസ്തു എനിക്ക് നന്മ ഏറ്റു പറയാതിരുന്നിട്ടുണ്ടോ എങ്കിൽ ഇടവകയിൽ, പ്രാർത്ഥനാ ഗ്രൂപ്പിൽ, കൂട്ടായ്മയിൽ അത് ഏറ്റു പറയുന്നെങ്കിൽ നീ വലിയൊരു ദൈവിക ശുശ്രൂഷയാണ് ചെയ്യുന്നത്. നീ ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയാണ്. നിൻ്റെ ദൈവം നിന്നെ നോക്കി സഭാഷ് പറയും. നിൻ്റെ ദൈവത്തിൻ്റെ അംഗീകാരം നിൻ്റെ മേലുണ്ടാകും. മകനെ, മകളെ, നീ ദൈവത്തിൻ്റെ വചനത്തെയും ദൈവത്തിൻ്റെ വഴിയെയും മുറുകെ പിടിക്കുക. എല്ലാവരും കരങ്ങൾ ഉയർത്തട്ടെ. സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. കർത്താവെ അഭിഷേകം ചൊരിയണമേ. എല്ലാ ദൈവമക്കളെ സ്പർശിക്കണമേ കർത്താവെ. തിരുലിഖിത പ്രകാരം ജീവിതത്തെ ക്രമീകരിക്കാൻ, തിരുലിഖിത പ്രകാരം സൂക്ഷ്മമായി ജീവിതത്തെ ക്രമീകരിക്കാൻ എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ദൈവത്തെ സാക്ഷ്യപ്പെടുത്തുന്ന, തടസ്സപ്പെടുത്തുന്ന എല്ലാ തരത്തിലുള്ള വിപരീത ചിന്തകളെയും യേശുവിൻ്റെ നാമത്തിൽ അത് നിർവീര്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ദൈവമക്കളുടെ മേലും അവരുടെ കുടുംബങ്ങളുടെ മേലും ദൈവീക കാര്യങ്ങളെക്കുറിച്ച് മതിപ്പില്ലാത്ത എല്ലാ സ്വഭാവത്തെയും വിടുവിക്കാൻ വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. അകൃത്യഭാരം ചുമക്കും ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ മക്കൾ വഷളായി നടക്കുന്നല്ലോ. എല്ലാ വഷളത്വവും, മൂഢതയും, അന്ധതയും, ദൈവിക കാര്യങ്ങളുള്ള അജ്ഞതയും, എല്ലാ തരത്തിലുള്ള ദൈവത്തോട് മല്ലടിക്കുന്ന, മറുതലിക്കുന്ന പ്രകൃതങ്ങളും, എല്ലാ തരത്തിലുള്ള എതിർ ചിന്തകളും, വിമത ചിന്തകളും, നിഷേധ ചിന്തകളും വിട്ടുമാറാൻ വേണ്ടി അത്ഭുതാഭിഷേകം എല്ലാ വ്യക്തികളുടെ മേലും വ്യാപരിക്കട്ടെ. എല്ലാവരും കരങ്ങൾ ഉയർത്തി യേശുവിനെ ഉറക്കെ വിളിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അവിടുത്തെ അത്ഭുതാഭിഷേകം, ഈ ശ്വാസത്തിൻ്റെ കൃപ, യേശുവിനെ ഏറ്റുപറയാനുള്ള കൃപ, ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള കൃപ, ദൈവത്തിൻ്റെ നന്മയോർത്ത് ആനന്ദിക്കാനുള്ള കൃപ, ദൈവത്തോട് പ്രാർത്ഥിക്കാനുള്ള കൃപ, ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള കൃപ, ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാനുള്ള കൃപ എല്ലാ കുടുംബങ്ങളുടെ മേലും നൽകണമേ കർത്താവേ. ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളോർത്ത് നന്ദി പറയാൻ മക്കളെ അനുഗ്രഹിക്കണമേ. എല്ലാ കുടുംബങ്ങളിലും ദൈവത്തോട് മതിപ്പുണ്ടാകട്ടെ. എല്ലാ വ്യക്തികളിലും ദൈവത്തോട് അടുപ്പമുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ ഒരു നന്മ ഏറ്റു പറഞ്ഞതിനെക്കുറിച്ച് അഭിമാനം കൊള്ളട്ടെ കർത്താവേ. അതിന് തടസ്സം നിൽക്കുന്ന എതിർ ചിന്തകൾ, മല്ലടിക്കുന്ന ചിന്തകൾ, ദുർബാധകൾ, ദുർചിന്തകൾ, ദുർബുദ്ധി, വികട ചിന്ത, മല്ലടിക്കുന്ന പ്രകൃതങ്ങൾ, അനുസരണക്കേട്, താന്തോന്നിത്തം, വഷള സ്വഭാവം, മൂഢത, അന്ധത, എല്ലാ വഷളത്തരങ്ങളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, തിന്മയുടെ ആധിപത്യങ്ങൾ തകരട്ടെ. അന്ധകാരത്തിൻ്റെ കോട്ടകൾ ഇടിഞ്ഞു വീഴട്ടെ. ദൈവത്തിൻ്റെ അത്ഭുത ശക്തിയുടെ അഭിഷേകത്താൽ നിറയട്ടെ. എല്ലാ ഹൃദയങ്ങളും പ്രകാശിക്കട്ടെ. ദുർഭൂതങ്ങൾ, ദുർബാധകൾ, അന്ധകാര ശക്തികൾ, പൈശാചിക പീഡകൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ വിട്ടുപോകട്ടെ. രോഗികൾ അത്ഭുത സൗഖ്യങ്ങൾ പ്രാപിക്കട്ടെ. ഇപ്പോൾ കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കട്ടെ. ദൈവത്തിന്റെ സ്പർശനങ്ങൾ ദൈവമക്കൾക്ക് ഇപ്പോൾ ലഭിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പേര് സിജി സെബാസ്റ്റ്യൻ. ഞാൻ കോതമംഗലത്ത് നിന്ന് വരുന്നു. പ്രധാനമായിട്ട് എനിക്ക് 3 സൗഖ്യങ്ങളാണ് കിട്ടിയത്. എനിക്ക് നടുവിനും മുട്ടിനും വേദന ഉണ്ടായിരുന്നു. 5 വർഷത്തോളമായിട്ടുണ്ട്. മലന്ന് കിടക്കുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ചിരഞ്ഞ കിടന്നുകൊണ്ടിരുന്നത്. ഏതായാലും ഈ ദിവസങ്ങളിൽ ഞാൻ മലന്ന് തന്നെ കിടന്നു. അതുപോലെ മുട്ടിന് എനിക്ക് 1 മണിക്കൂർ പോലും ഇരിക്കാൻ പറ്റില്ലായിരുന്നു. ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ ഞാൻ 1 മണിക്കൂർ കഴിയുമ്പോൾ വെള്ളം കുടിക്കാനായിട്ടെന്ന് പറഞ്ഞ് എണീറ്റ് പോകും. ഇവിടെ വന്ന് ഇത്രയും സമയം ഇരിക്കുന്നു. എനിക്ക് മുട്ടിന് യാതൊരു കുഴപ്പങ്ങളുമില്ല. അതിനേക്കാളും പ്രധാനമായിട്ട് എനിക്ക് 2ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ തുടങ്ങിയതാണ് തുമ്മൽ. എവിടെ പോയാലും ഞാൻ മരുന്ന് കൊണ്ടുപോകും. അതോടൊപ്പം തന്നെ ടവലായിരുന്നു ആദ്യം എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇവിടെ വന്നു എനിക്ക് അതുപോലെ പാല്, തൈര് അങ്ങനത്തെ ഒരു സാധനം ഉപയോഗിക്കാൻ പറ്റില്ല. ഇവിടെ വന്ന് ഞാൻ എല്ലാ നേരവും ചായ കുടിക്കുന്നുണ്ട്. യാതൊരു കുഴപ്പമില്ല. മുഖം കഴുകുമ്പോഴാണെങ്കിൽ കണ്ണ് മാത്രമേ കഴുകുള്ളൂ. ഒരിക്കലും മൂക്ക് കഴുകുകയില്ല. കാരണം തുമ്മും വരുമായിരുന്നു. ഇവിടെ വന്നു ടവലിനൊന്നും യാതൊരു കുഴപ്പമില്ല. ഒട്ടും തുമ്മലില്ല, ജലദോഷവും ഇല്ല. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ പേര് രമ്യ. വയനാട് പുൽപ്പള്ളിയിൽ നിന്ന് വരുന്നു. എനിക്ക് ജന്മന എൻ്റെ വലത്ത് കാലിനും വലത്ത് കൈക്കും സ്വാധീനമില്ല. ഗവൺമെൻറ്റിൻ്റെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റിലൂടെ ആനുകൂല്യം മേടിക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ. ഇന്നലെ ഉച്ചയ്ക്ക് മുതൽ എൻ്റെ വലത്ത് കൈ കൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഭക്ഷണം കഴിച്ചു. പ്രിയപ്പെട്ടവരെ, ആദ്യമ സഭയിൽ നടന്ന പോലത്തെ അത്ഭുതമാണ് നടക്കുന്നത്. പുൽപ്പള്ളി എന്ന് പറഞ്ഞ രമ്യ ജന്മന വലത്ത് കൈക്കും കാലിനും സ്വാധീന ശക്തി കുറവാണ്. അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിക്കാൻ വേണ്ടി വന്നത്. കസാര ഇരുന്നിട്ടാണ് സഹോദരി കുമ്പസാരിച്ചത്. ഗവൺമെൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റ്, ഫിസിക്കലി ഡിസേബിൾഡ് എന്നുള്ള സർട്ടിഫിക്കറ്റ് വാങ്ങി ജീവിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ ഇന്നലെ ജീവിതത്തിൽ ആദ്യമായിട്ട് വലത്തെ കൈ കൊണ്ട് ഭക്ഷണം എടുത്ത് കഴിച്ചു. കർത്താവ് വലിയ സൗഖ്യം ശക്തിയോടെ കൈയടിച്ച് ദൈവത്തെ മാറ്റപ്പെടുത്താം. കരങ്ങൾ ഉയർത്തി അടിച്ച് അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല.
കാലത്തിൽ ഈ ലോകത്തിൽ അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ.